അടിച്ചമർത്തൽ, അസമത്വം, ജാതി രാഷ്ട്രീയം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴായി സിനിമയിലൂടെ സംസാരിച്ചിട്ടുള്ള സംവിധായകനാണ് പാരഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ പാരഞ്ജിത്ത് ഒരു സിനിമയുമായി എത്തുമ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കും. തങ്കലാൻ പ്രഖ്യാപിച്ചപ്പോഴും ആ പ്രതീക്ഷ തന്നെയായിരുന്നു ഓരോ സിനിമാ പ്രേക്ഷകനും ഉണ്ടായിരുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത്. KGF-നെ പശ്ചാത്തലമാക്കിയാണ് തങ്കലാന്റെ പ്രമേയം. ബ്രിട്ടീഷ് ഭരണകാലത്ത് KGF-ലെ സ്വർണം കണ്ടെത്താനായി എത്തുന്ന ഒരു കൂട്ടം ആളുകളും അവരുടെ ജീവിതവുമാണ് ചിത്രം പറയുന്നത്. മണ്ണിനോടും പൊന്നിനോടുമുള്ള മനുഷ്യരുടെ ആർത്തിയും മണ്ണിനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നവരെക്കുറിച്ചും ബ്രിട്ടീഷ് അടിച്ചമർത്തലും നമ്മുടെ മണ്ണ് നമ്മുടേതാണെന്നും അത് മറ്റാർക്കും തട്ടിയെടുക്കാനാകില്ലെന്നും ചിത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ടെന്നും ചിത്രം കാണിച്ചു തരുന്നുണ്ട്. പാരഞ്ജിത്തും തമിഴ് പ്രഭയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ വളരെ സ്ലോ ബേസിലാണ്. പാരഞ്ജിത്തിന്റെ മറ്റു ചിത്രങ്ങളിലേതുപോലെ തന്നെ ജാതിയും ബുദ്ധിസവും മേലാള കീഴാള അടിച്ചമർത്തലുകളുമെല്ലാം തങ്കലാനിലും കടന്നു വരുന്നുണ്ട്. ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ തന്നെ ഗംഭീര ദൃശ്യവിരുന്നൊരുക്കുന്ന സിനിമ കൂടെയാണ് തങ്കലാൻ. തിയേറ്റർ വിട്ടിറങ്ങിക്കഴിഞ്ഞാലും തലയ്ക്കകത്തെ പെരുപ്പ് അതുപോലെ നിലനിൽക്കും. രാജാക്കന്മാരാലും ജന്മിമാരാലും പിന്നീട് ബ്രിട്ടീഷുകാരാലും അടിമകളാക്കപ്പെടുന്ന ദളിതരുടെ ചരിത്രം തങ്കലാനിൽ കാണാം. തങ്കലാനിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് താരങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ്. വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തി ചിയാൻ വിക്രം തന്നെയാണ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള വിക്രമിന്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ എടുത്തു പറയേണ്ടതാണ്. വിക്രമിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനമാണ് പാർവതി തിരുവോത്തും നടത്തിയിരിക്കുന്നത്. ഭർത്താവിനെ അനുസരിച്ച് ഒതുങ്ങിക്കഴിയുന്ന ഒരു ഭാര്യയല്ല പാർവതിയുടെ ഗംഗമ്മ. തൻ്റെതായ കാഴ്ചപ്പാടുകളും കൃത്യമായ നിലപാടുകളും ഗംഗമ്മയ്ക്കുണ്ട്. മാളവിക മോഹനന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ രക്ഷകൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവളല്ല ആരതി. സ്വയം പോരാടാൻ ശേഷിയുള്ളവളാണ് അവൾ. പശുപതി, ഡാനിയൽ കാൽറ്റഗിറോൺ തുടങ്ങിയവരുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാണാനാവുക. കാലഘട്ടത്തെ ഒരു പരിധിവരെ കൃത്യമായി അവതരിപ്പിക്കാൻ സംവിധായകനായിട്ടുണ്ട്. മേക്കപ്പിലും വസ്ത്രങ്ങളിലുമെല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് സംവിധായകൻ. വിക്രം, പാർവതി, മാളവിക തുടങ്ങിയവരുടെ എല്ലാം ലുക്ക് തീർച്ചയായും കയ്യടി നേടുന്നതാണ്. അപ്പോകാലിപ്റ്റോ പോലുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് ചിത്രത്തിനായി പാരഞ്ജിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മേക്കിംഗ് തന്നെയാണ് തങ്കലാന്റെ ഗ്രാഫ് ഉയർത്തിയതും. ഫിക്ഷനും റിയലിസവും കൂടിച്ചേർന്നാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു ഹൊറർ എലമെന്റും സിനിമയിലുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊന്ന് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങളാണ്. VFX വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടി മികവ് പുലർത്താമെന്ന് തോന്നി. തങ്കലാനിൽ ഏറ്റവും കയ്യടി നേടുന്നത് പശ്ചാത്തല സംഗീതത്തിനാണ്. തുടക്കം മുതൽ അവസാനം വരെ പശ്ചാത്തല സംഗീതവും സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു. GV പ്രകാശ് കുമാറാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്. കിഷോർ കുമാറിന്റെ ഛായാഗ്രഹണമാണ് തങ്കലാന്റെ മറ്റൊരു ഹൈലൈറ്റ്. സിനിമ കഴിഞ്ഞാലും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ഫ്രെയിമുകളും ദൃശ്യങ്ങളുമൊക്കെ തങ്കലാനിലുണ്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ശരിക്കും പ്രേക്ഷകരിൽ രോമാഞ്ചമുണർത്തുന്നതാണ്. ചെറിയൊരു ഇമോഷണൽ സംഭവങ്ങളിലൂടെയാണ് ക്ലൈമാക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം KGF-ന്റെ ചരിത്രം പറയുന്ന നിരവധി ഫോട്ടോകളും സംവിധായകൻ സിനിമയിൽ പ്രേക്ഷകർക്കായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫോട്ടോകൾ കൂടി കാണുമ്പോഴാണ് തങ്കലാൻ ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്.